അപ്പം എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് നോക്കാനായിട്ട് വിളിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരിലും അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് കുടുംബത്തിലെ കലഹങ്ങൾ, സ്വരച്ചേർച്ചയില്ലായ്മ, അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ അന്യ സ്ത്രീ ബന്ധം, അല്ലെങ്കിൽ അന്യപുരുഷ ബന്ധം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് കൂടുതൽ വരുന്നത്. അപ്പൊ ഇതിനെല്ലാത്തിന്റെയും സൊല്യൂഷൻ തുടക്കം തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ അതിന്റെ റെമഡീസ് ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ എന്താ പറയുക, കതിരെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല. ഈ കതിരെ കൊണ്ട് വളം വെക്കാറാകുമ്പോഴാണല്ലോ ജ്യോതിഷന്മാരെ വിളിക്കുന്നത്, അത് ശാന്തിക്കാരുടെ പുറകെ പോകുന്നതോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നത്. അപ്പൊ തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ വീട്ടില് നമ്മൾ പൊടിക്കൈകള്, നമ്മൾ പറയും ഒറ്റമോടികൾ ഒക്കെ നമുക്ക് പറയില്ലേ, ഒന്ന് പറഞ്ഞ ചെയ്തു കഴിഞ്ഞാൽ കുറെ എല്ലാം നിങ്ങൾക്ക് തന്നെ വീട്ടിൽ പരിഹരിക്കാവുന്നേ ഉള്ളൂ. അല്ലെ, നമ്മുടെ കുടുംബം ഇമ്പം ഉള്ളതാകണം, അല്ലെ, കുടുംബം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ കുടുംബം ഇമ്പം എവിടെ നഷ്ടപ്പെടുന്നു, അതാണ് നമ്മൾ ആദ്യമേ ചിന്തിക്കേണ്ടത്. നമ്മൾ സ്വയമേ എല്ലാവരും ചോദിച്ചു നോക്കുക, വീട്ടിലല്ല, നമ്മൾ സ്വയമേ ചോദിച്ചു നോക്കുക, എവിടെയാണ് ഈ കുടുംബം ഇമ്പം ഇല്ലാണ്ടാവുന്നത്. ഇത് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് ഒരു കാര്യം ഞാൻ പറയുകയാണ്. ഞാനൊരു പ്രഭാഷകനൊന്നുമല്ല. എൻ്റെ ചെറിയൊരു ഇതിൻ്റെ ഇടയിൽ എനിക്ക് കിട്ടിയ എൻ്റെ ആയിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ പറയുന്നതേ, അല്ലാണ്ട് ഒരു പ്രഭാഷകനായിട്ടൊന്നും തന്നെ കാണണ്ട. ഞാനീ പറയുന്നത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ അത് എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെല്ലാം കേട്ടിട്ട് വിട്ടേക്കുക, അത്രേ ഉള്ളൂ. അപ്പം ഇപ്പൊ നമ്മൾ വിളിക്കുന്ന വിളിയിൽ കൂടുതലും കാണുന്നതാണ് അമ്മായിമ്മ പോര്, അല്ലെങ്കിൽ മരുമോളും അമ്മായിച്ചും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചുള്ള പെണ്ണും മോനും തമ്മിലുള്ള പ്രശ്നങ്ങളാണ്, വഴക്കാണ്, ബഹളമാണ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. ചില ഭാര്യമാരെ വിളിച്ചിട്ട് പറയും എന്റെ ഭർത്താവിന് വേറെ സ്ത്രീയായിട്ട് അടുപ്പത്തിലാണ്, അതൊന്ന് മാറ്റിത്തരണമെന്ന് പറയും. പുരുഷന്മാരെ വിളിച്ചിട്ട് പറയും എന്റെ ഭാര്യയ്ക്ക് വേറെ ഒരു ബന്ധമുണ്ട്, അതൊന്ന് മാറ്റിത്തരുമെന്ന് പറയും. ചിലർ പറയും എനിക്ക് ഓൾറെഡി ഒരു ഭാര്യയുണ്ട്, പക്ഷെ എനിക്ക് വേറെ ഒരു കാമുകീന് ഇഷ്ടമാണ്. ആ കാമുകിക്കാണെങ്കിലോ അവർക്ക് കല്യാണം കഴിച്ച് കുട്ടികളുണ്ടാവും. ഇതൊക്കെയാണ് ഇപ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പോണു എന്നുള്ള കാര്യങ്ങൾ, എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ പോണു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു മാറ്ററാണത്. അപ്പൊ ഞാൻ പറയുന്നത് തുടക്കം തൊട്ട് നമ്മൾ വീടുകളിൽ തുടങ്ങണം ഇതിന്റെ ഒരു പ്രശ്നങ്ങൾ മാറ്റാനുള്ള എന്റെ വിശ്വാസം. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ എവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ആലോചിക്കണം. അല്ലെ, ഒരു കല്യാണം കഴിഞ്ഞു കഴിയുമ്പോഴാണ് 90% എല്ലാ വീടുകളിലും പ്രശ്നം വരുന്നത്. അല്ലെ, നമ്മുടെ വീട്ടിലെ പെൺകുട്ടി അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ അവിടെയുള്ള പെൺകുട്ടി ഇവിടെ വന്ന് കല്യാണം കഴിച്ചിങ്ങോട്ട് വരുന്നു. അതിനുശേഷമാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അപ്പൊ അതിനർത്ഥം പ്രശ്നക്കാരി ആരാണ്? അപ്പൊ നിങ്ങളെല്ലാം ചിന്തിക്കും, ഇത് കേൾക്കുന്ന അമ്മായിമാരും അല്ലെങ്കിൽ മറ്റുള്ളവർ ചിന്തിക്കുന്നുണ്ടോ പെണ്ണുങ്ങളെ പ്രശ്നം അല്ല. പ്രശ്നങ്ങൾ അവിടെ മാത്രമല്ല, അവരുടെ മാത്രമല്ല പ്രശ്നങ്ങൾ. ഇതിനെല്ലാത്തിനും കാരണങ്ങൾ കുറേയൊക്കെ 25% വരുന്ന പെൺകുട്ടിയിലുണ്ട്, 25% നിങ്ങൾ വീട്ടിലിരിക്കുന്ന അച്ഛനമ്മമാരിലുണ്ട്, 25% കല്യാണം കഴിച്ച പുരുഷനിലുണ്ട് പ്രശ്നങ്ങൾ. അല്ലേ? അപ്പൊ എല്ലാവരിലും ഈക്വൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉള്ളത്. അതായത് ഒരാൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരാൾ മറ്റൊരാളെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാന്നുള്ളൊരു പ്രശ്നം. അല്ലെങ്കിൽ ഇത്രേ ഉള്ളൂ. നമ്മൾ പറയാറില്ലേ, പഴുത്ത ഇല വീഴുമ്പോ പച്ചല ചിരിക്കണ്ടെന്ന് പറയില്ലേ. നമ്മളും ഇതേപോലെ തന്നെയല്ലേ കല്യാണം കഴിച്ചല്ലേ. അപ്പൊ നമ്മൾ അഭിമുഖീകരിച്ച കാര്യങ്ങൾ നമുക്കറിയാം. അപ്പൊ വരുന്ന പെൺകുട്ടികളെ നമ്മൾ ആ രീതി കാണണം. അപ്പൊ എനിക്ക് അതിനുള്ള അമ്മമാരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു വീട്ടിലേക്ക് ഒരു പുതിയ പെൺകുട്ടി വരുമ്പോൾ നിങ്ങൾ അവരെ മരുമോളായിട്ട് കാണാണ്ട് സ്വന്തം മോളായിട്ട് തന്നെ സ്നേഹിക്കുക. ശരിയാണ്, നിങ്ങൾ വളർത്തിയ, അല്ലെ, 10-25 കൊല്ലം അല്ലെങ്കിൽ 27 കൊല്ലം തലയിൽ വെക്കാണ്ടും, അല്ലെ, തറയിൽ വെക്കാണ്ടും തലയിലൊക്കെ വെച്ച് വളർത്തിയ മക്കള് പെട്ടെന്ന് ഒരു ദിവസം പ്രാപ്തി വരുന്ന ഒരു പെൺകുട്ടിയുടെ കൂടുതൽ അറ്റാച്ച്മെന്റ് കാണിക്കുന്നു, അവരായിട്ട് കൂടുതൽ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു. നിങ്ങളിലേക്കുള്ള ഒരു ഇത് മാറുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു മനസ്സിന്റെ വിഷമം തന്നെയാണത്. മനസ്സിന്റെ വിഷമം അല്ലെങ്കിൽ ഈഗോ, അവിടെ തുടങ്ങും പ്രശ്നങ്ങൾ. അതെന്ന് പറഞ്ഞാൽ ഒരു മോള് വരുമ്പോൾ വന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ആലോചിക്കണം, അത് എൻ്റെ അമ്മയാണ്, എൻ്റെ അച്ഛനാണ്, അതല്ല എൻ്റെ അമ്മായിമ്മയാണ്, അമ്മായച്ചനാണെന്ന് വന്ന് കണ്ട് ചെന്ന് കയറി കഴിഞ്ഞാൽ അവിടെ തുടങ്ങും പ്രശ്നം. നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? ആ അമ്മയും അച്ഛനും എൻ്റെ മകനാണത്. അവര് കുഞ്ഞിലെ, അല്ലെ, ജന്മം കൊടുത്ത് ആ കൊച്ചിനെ ഇത്രയും വയസ്സ് വരെയും അവര് പൊന്നുപോലെ നോക്കിയാണ്. പെട്ടെന്ന് ഒരു പെൺകുട്ടി വരുമ്പോൾ ആ മകൻ ഈ മകളോട് കാണിക്കുന്ന അറ്റാച്ച്മെന്റ് അവരിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഏതൊരു അച്ഛനമ്മമാർക്ക് ഉണ്ടാകുന്ന വിഷമങ്ങൾ അല്ലെങ്കിൽ ഈഗോയാണ് ഈ പ്രശ്നത്തിന് കാരണങ്ങൾ എന്ന് ഈ മോളും ചിന്തിച്ചെങ്കിൽ പ്രശ്നങ്ങൾ മാറും. എന്ന് പറഞ്ഞാല് മകൻ ചിന്തിക്കണം, തന്റെ ഈ ഭാര്യയാണ് എല്ലാം, അല്ലെങ്കിൽ ഇന്നലെ വന്ന ഒരു ഭാര്യയാണ് എല്ലാം. എത്ര നാളും നമ്മളെ
ഓർത്ത് നോക്കണം, നമ്മൾ എങ്ങനെയാണ് കഷ്ടപ്പെട്ട് നമ്മുടെ അച്ഛനും അമ്മയും വളർത്തിയത്, വലുതാക്കിയത്, എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചും പട്ടിണിയും കിടന്നും ഓരോ പ്രശ്നങ്ങളും ഇതും ചെയ്താണ് ഈ അച്ഛനമ്മമാർ നമ്മളെ വളർത്തിയത്. ആ അച്ഛനമ്മമാർ നമ്മൾ പെട്ടെന്നൊരു പെണ്ണ് വരുമ്പോൾ നമ്മൾ എല്ലാ രീതിയിലും പൂർണ്ണമായിട്ട് മറന്ന് നമ്മൾ പോകും. അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അല്ലേ. ഈ മൂന്ന് പേരും ഒരേപോലെ ഒന്ന് ചിന്തിച്ച്, മൂന്ന് പേരും ഒരേപോലെ ഒന്ന് 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 ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അല്ലേ. ചിന്തിച്ചു നോക്കുക. അപ്പൊ നമ്മള് കല്യാണത്തിന് മുമ്പ് അതിന് വേണ്ട ഒരു വീട്ടില് ഒരു പ്രീ കൗൺസിലിംഗ് കിട്ടി നല്ലതായിരിക്കുന്നുണ്ട്. പ്രീ മാരേജ് കൗൺസിലിംഗ്, അതായത് വേറൊരാളെ വിളിച്ചില്ല കൗൺസിൽ ചെയ്യേണ്ട. നമ്മള് ഇപ്പൊ കല്യാണം കഴിക്കാൻ പോണ വീട്ടില് അവരെല്ലാരും കൂടി ഒരുമിച്ച് ഇരുന്നിട്ട് നമ്മൾ വരാൻ പോണ ആളെ എങ്ങനെ സ്വീകരിക്കണം, അല്ലെങ്കിൽ നമ്മളവിടെ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇത് മക്കളെ തൊട്ട് ഒന്ന് ഓപ്പൺ ആയിട്ട് സംസാരിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കുറെ പ്രശ്നങ്ങൾ തീരും. നമ്മൾ നടന്നു പോയ പാതയിലുണ്ടായ കുഴികൾ, അപ്പൊ നമ്മൾ വീണ കുഴികൾ അത് മക്കൾക്ക് ഒന്ന് പറഞ്ഞു കൊടുത്താൽ തന്നെ പ്രശ്നങ്ങൾ തീരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ രണ്ട്, ഇപ്പൊ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് ഭാര്യ ബന്ധത്തിലെ ഒരു പ്രശ്നങ്ങൾ. എന്നെ വിളിക്കുന്ന പലർക്കും അത് പല പല കാര്യങ്ങളായിട്ട് വിളിക്കണേ. അപ്പൊ എനിക്ക് പറയാനുള്ള ഒറ്റൊരു കാര്യമുള്ളൂ, നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ഒന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് പരസ്പരം ഒന്ന് സംസാരിച്ച്, അപ്പൊ നമുക്ക് വേണ്ട ഒരു കാര്യം, ഇപ്പൊ നിങ്ങൾ ഭാര്യ ഭർത്തൃ ബന്ധം, അത് സെക്ഷൽ ലൈഫാണ് തന്നെ, നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങളുടെ പങ്കാളിയോട് നിങ്ങൾ തുറന്ന് സംസാരിക്കുക. ചിലപ്പോൾ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും, ചിലപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും. അപ്പൊ അത് പറ്റത്തില്ലെങ്കിൽ അത് അടുത്തെന്താണ് മാർഗം എന്നുള്ളത് നിങ്ങൾ പരസ്പരം ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന് പ്രശ്നങ്ങൾ ഊതി ഉറപ്പിച്ച് അവസാനം അഗ്നിപർവ്വതമായി അത് പൊട്ടി സ്ഫോടനമായി. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ഈ പാൽപ്പായസം ഉണ്ടായിട്ട് നമ്മൾ ഈ പാൽപ്പായസത്തെ ഉപേക്ഷിച്ച് അപ്പുറത്തുള്ള ശർക്കര പായസം അല്ലെങ്കിൽ വേറെ ഇതും തേടിപ്പോകും. ഇതാണ് ഈ എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ. അപ്പം നമ്മൾ പറഞ്ഞു തരാണെങ്കിൽ എല്ലാ വീട്ടിലെയും പ്രശ്നങ്ങൾക്ക് കാരണക്കാര് നമ്മൾ തന്നെയാണ്. എന്തെങ്കിലും സംശയമുണ്ടോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ നിങ്ങളിൽ നിന്ന് കുറച്ച് ഉപ്പും മുളകും മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുടുംബജീവിതം 80% ഈ ഒരു ടിപ്സ് കൊണ്ട് തന്നെ നല്ലൊരു സക്സസ് ആയിട്ട് പോകാൻ പറ്റും. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ കല്യാണം കഴിച്ച് പോണ പെണ്ണുങ്ങളോട്, അങ്ങോട്ട് പോണത് അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന പെൺകുട്ടികളോട് ഫസ്റ്റ് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അത് നിങ്ങളുടെ വീടായിട്ട് കണ്ടു പോവുക. അതിന് ചെയ്യേണ്ട കാര്യമാണ്. അവിടെയുള്ള അച്ഛനും അമ്മയും നിങ്ങളുടെ അച്ഛനും അമ്മയായിട്ട് തന്നെ കാണുക. അതാണ് ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ എന്ത് കഴിച്ചാലും, ഒരു കാര്യം ഉണ്ടാക്കിയാൽ പുറത്തുനിന്ന് വാങ്ങുന്ന ഭക്ഷണം അനുസരിച്ച് എന്തൊരു കാര്യം എടുക്കുമ്പോൾ ആ അച്ഛനമ്മയ്ക്ക് കൊടുക്കുക. നല്ല സന്തോഷത്തോടു കൂടി ഒരു നമ്മുടെ അച്ഛനമ്മയ്ക്ക് എങ്ങനെ കൊടുക്കുന്നു അതേ രീതിയിൽ തന്നെ അഭിനയിക്കാണ്ട് അവർ നമ്മുടെ അച്ഛനും അമ്മയായിട്ട് കണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു കൊടുത്ത് അവരുടെ ഒപ്പം കുറച്ച് ഇരുന്ന് അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ അവർക്കൊരു ഭക്ഷണം വിളമ്പിക്കൊടുത്ത് അവരെന്ത് ചെയ്യുമ്പോൾ അവരോട് ഒന്ന് നമ്മുടെ വീട്ടിൽ അച്ഛനമ്മോട് നമ്മൾ ചോദിക്കത്തില്ല എന്തൊരു കാര്യം ചെയ്യാൻ കാണുമ്പോൾ ഇന്ന കാര്യം ചെയ്യട്ടെ അമ്മ, അല്ലെങ്കിൽ ഇന്നടുത്ത് പോവാട്ടോ അമ്മ എന്നൊക്കെ ഒന്ന് പറഞ്ഞു ചെയ്യുമ്പോൾ തന്നെ അവിടെ പ്രശ്നങ്ങൾ തീരും. എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഈ വീട്ടിലേക്ക് വരുന്ന വീട്ടിൽ ഇരിക്കുന്ന അച്ഛനമ്മമാരോട് നിങ്ങൾ പുതിയൊരു മോള് വരുമ്പോൾ അവരെ നിങ്ങളൊരു വേറെ വീട്ടിലെ മോളായിട്ട് കാണാണ്ട് അത് എന്റെ മോളാണ് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് അതങ്ങനെ ഒന്ന് നമ്മുടെ മോളുടെ എങ്ങനെയാ ആ തലയിലേക്കും തലോടി അതുങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അവരുടെ വിഷമങ്ങൾ വരുമ്പോൾ അവരെ ചേർത്ത് നിർത്തി അവരുടെ പ്രശ്നങ്ങൾ എന്റെ മോളുടെ പ്രശ്നമാണെന്ന് പറഞ്ഞ് കണ്ട് അവർ വരുന്ന പെൺകുട്ടി സ്വഭാവമായിട്ടും നമ്മുടെ ആൺകുട്ടി മക്കളോട് സ്നേഹവും കൂടുതൽ കാണിക്കും. ആൺമക്കൾ ഈ പെൺകുട്ടികൾ സ്നേഹം കൂടുതൽ കാണിക്കും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്ന് അക്സെപ്റ്റ് ചെയ്ത് അതിനെ ഒരു കുശുമ്പായിട്ട് കാണണ്ട് അത് ഒന്ന് 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 ഇതാക്കി കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ വരും. എന്ന് പറയുന്നത് മകനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നത്. കാരണം ഇവന് അമ്മേനെയും വെറുപ്പിക്കാൻ പറ്റില്ല, അച്ഛനെയും വെറുപ്പിക്കാൻ പറ്റില്ല, വരുന്ന പെൺകുട്ടിയും വെറുപ്പിക്കാൻ പറ്റില്ല. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവന് ആരോടെ നിൽക്കും? നിങ്ങളുടെ അച്ഛനമ്മമാരുടെ ചോദ്യമാണ്. എല്ലാവരും പറഞ്ഞാണ് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവൻ അനങ്ങാണ്ട് നിൽക്കുന്നു. അവൻ ആരോട് നിൽക്കും? നിങ്ങളോട് നിന്ന് ഇവിടെ ഭാര്യ പ്രശ്നം ഉണ്ടാക്കും, ഭാര്യ നിന്നാൽ അമ്മയ്ക്ക് പ്രശ്നം ഉണ്ടാകും. അപ്പം ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തീരാവുന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞാലാണ് ഈ വീട്ടിലുള്ള മകൻ നിങ്ങൾ പുതിയൊരു പെൺകുട്ടിയെ കൊണ്ടുവരുമ്പോൾ ഫുള്ള് സ്നേഹങ്ങളെല്ലാം കൊടുക്കണം. പക്ഷെ ആ കൂട്ടത്തിൽ അച്ഛനമ്മേനെ മറന്നു പോരുത്. അവരെയും ചേർത്ത് പിടിക്കുക. അവർക്ക് വേണ്ട കാര്യങ്ങൾ ഒന്ന് കൂട് കണ്ടു കൊടുത്തതിനേക്കാളും കുറച്ച് കൂടുതൽ കൊടുത്തെങ്കിൽ ആ വീട് സ്വർഗമായിട്ട് മാറും. ഈ ഇപ്പൊ വിഷയം എന്ന് വെച്ചാൽ ഇപ്പൊ ഒത്തിരി വീടുകളിൽ എല്ലാം കഴിഞ്ഞ് കൈവിട്ടു പോയ സ്ഥലങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? ഇത്രയുള്ളവർക്ക് ഇന്ന് മാർഗമുള്ളൂ. അവർക്ക് അങ്ങനെയുള്ളവരാണ് ലാസ്റ്റ് നമ്മൾ ഈ ശാന്തിക്കാരുടെ അടുത്ത് നോക്കി ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്തെങ്കിൽ 100% അല്ല 500% പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ
നമ്മൾ ഒരു വശം അല്ല വശത്തിലേക്ക് പോകുമ്പോൾ, അതായത് നമ്മൾക്ക് നമ്മുടെ ഭാര്യനെ വശം ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അയൽവക്കത്തുള്ളവരല്ല, നമ്മുടെ ഒരു പ്രശ്നം വന്ന് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. എത്ര ഒരു ആരുടെ കൂടെ പോയാലും ശരി, അതിനെ നമുക്ക് മാന്ത്രിക കർമ്മത്തിലൂടെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കളയാൻ പറ്റും. നമ്മൾ നടന്നയാളെ നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ തിരിച്ചു കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ? നമ്മൾ മാറാണ്ട് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ? എവിടെയാണ് പ്രശ്നം ഉണ്ടായതെന്നുള്ള അവിടെ നിങ്ങൾ സംസാരിക്കാണ്ട് ഈ പ്രശ്നങ്ങൾ ഒന്നും തീരുവില്ല. ഈ മന്ത്രവാദം ചെയ്ത് നിങ്ങൾ എത്ര അകന്നിക്കണവരെയും നമുക്ക് അടുപ്പിക്കാൻ പറ്റും. എവിടെ നിങ്ങൾ ഉപേക്ഷിച്ച് പോയാലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. 100% അല്ല, 500%, 16% ഉറപ്പ് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ എവിടെ വെച്ചാണോ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു വീഴ്ച, അത് നിങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോയാൽ പിന്നെ നിങ്ങൾക്ക് സക്സസ് ആവുള്ളൂ, അല്ലേ? അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ഇപ്പൊ ചിലടത്ത് ഇതെല്ലാം ഒരു പ്രശ്നം ഉണ്ടാകില്ല. ചിലപ്പോൾ എല്ലാം ഓക്കെ ആയിരിക്കും. കാരണം അമ്മായിമ്മ ഓക്കെയാണ്, വന്ന മരുമോളും ഓക്കെയാണ്, ഭർത്താവ് ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷെ എന്നാലും ഇവിടെ വലിയ പ്രശ്നമുണ്ടാവും. നമുക്ക് ഈ അടുപ്പിക്കാൻ പറ്റുന്ന തന്നെ രണ്ടുപേരെ തന്നെ തമ്മിൽ തിരിക്കാനും തമ്മിൽ തല്ലിക്കാനും വരെ ഇത് പറ്റും. ഈ മാന്ത്രിക കർമ്മങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ഈ മന്ത്രവാദം, ആഭിചാരം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ടുള്ള വീഡിയോയിൽ നമുക്ക് പ്രതിപാദിക്കാം. അപ്പൊ ഞാൻ ഈ ഒരു ടിപ്പ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ തന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ പറ്റും. ഇനി ഇത് പ്രശ്നങ്ങൾ കൈവിട്ട് പോയവർ 100% നിങ്ങൾ വിശ്വാസമുള്ള ഒരാളെ നിങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് വിശ്വാസമുള്ള രീതിയിൽ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടാൻ പറ്റും. പക്ഷേ എവിടെ വെച്ചാണോ ഫാൾട്ട് ഉണ്ടായത് തിരുത്തണം. തിരുത്തലിന് വീണ്ടും ഈ പ്രശ്നങ്ങൾ വരില്ലേ? നമ്മൾ അസുഖം പറഞ്ഞ അതേ രീതി തന്നെയാണിത്. നമ്മൾ ഒരു അസുഖം വന്ന് ആ ഡോക്ടർ പറഞ്ഞു, അസുഖം വന്ന് ഈ മരുന്ന് വെച്ചിട്ട് പറഞ്ഞു ഇനി ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അസുഖം വരുമെന്ന് ഡോക്ടർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? അത് നമ്മൾ വീണ്ടും തെറ്റിച്ചു കഴിഞ്ഞാൽ വീണ്ടും വരില്ലേ എന്ന് പറഞ്ഞാണ് ഇതും. അപ്പൊ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ കണ്ടെത്തി പരിഹരിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ 100% നല്ലൊരു ശാന്തിക്കാരെയോ നല്ലൊരു ആളെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് കണ്ടെത്തുന്ന ആൾ നല്ലതായിരിക്കണം. അല്ലാണ്ട് നിങ്ങൾ പോയി ചതി വീണാൽ പരിപാടി പൊളിഞ്ഞു. കാരണം ചിലവർക്ക് നമ്മൾ വിളിക്കുന്നവർ പറയാറുണ്ട്, ഈ ഫീൽഡിൽ തന്നെയുണ്ട്, ഏതൊരു ഫീൽഡ് എടുത്താലും ശരി, ഇപ്പൊ ഞങ്ങൾ ശാന്തിക്കാരിലെ ആളായാലും ശരി, മന്ത്രവാദികളായാലും ശരി, ഡോക്ടർമാരായാലും ശരി, പോലീസുകാരായാലും ശരി, എല്ലാത്തിലും ഉണ്ട്, നല്ലതുണ്ട് പതിരുണ്ട് എന്ന് പറഞ്ഞതാണ് ഇത്. നിങ്ങൾ കണ്ടെത്തുന്ന ആൾ നല്ലതാണെങ്കിൽ 100% അതിന് പരിഹാരം ഏതൊരു പ്രശ്നത്തിലും, നമ്മുടെ കുടുംബ ജീവിതത്തിലായാലും ശരി, കലഹത്തിന്റെ ആയാലും ശരി, ആഭിചാരത്തിനായാലും ശരി, ഏതൊരു കാര്യത്തിലും നല്ലൊരു പരിഹാരം 100% ഉണ്ടാവും. അപ്പം നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഏതും ആയിക്കോട്ടെ, കുടുംബ പ്രശ്നം ആയിക്കോട്ടെ, കലഹം ആയിക്കോട്ടെ, ശത്രുദോഷം ആയിക്കോട്ടെ, ആഭിചാരം ആയിക്കോട്ടെ, മാരണങ്ങളായിക്കോട്ടെ, എത്ര കൊടിയ ആഭിചാരങ്ങളായിക്കോട്ടെ, കൈവശം ആയിക്കോട്ടെ, ഏതൊരു പ്രശ്നങ്ങൾക്കും നമ്മുടെ ഇതിന് പരിഹാരമുണ്ട്. അപ്പം വിശ്വാസമുള്ളവർ ചൂടെ കൊടുക്കുന്ന നമ്പറിൽ വിളിക്കുക. ഇപ്പോൾ നിലവിൽ വിളിക്കേണ്ട സമയം 10 മുതൽ 12 വരെയാണ്. ഉടനെ തന്നെ നമ്മുടെ സമയത്തിന് ഒരു മാറ്റം വരുന്ന ഒരു വീഡിയോ വരുന്നുണ്ട്. കാരണം പലവർക്കും വിളിച്ചിട്ട് പറയുന്നുണ്ട് ആ സമയത്ത് വിളിക്കാൻ പറ്റുന്നില്ല പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സമയത്തിനൊരു മാറ്റം വരുത്തുന്നുണ്ട്. താൽക്കാലികമായിട്ട് ഈ വീഡിയോ, അടുത്ത വീഡിയോ വരുന്നവരെ 10 മുതൽ 12 വരെയാണ് രാവിലെ വിളിക്കേണ്ട സമയം. അപ്പം ആ സമയങ്ങളിൽ വിളിക്കുക. വിശ്വാസമുള്ളവർ വിളിക്കുക. അങ്ങനെ പറയാൻ കാരണം മാത്രമേ ഉള്ളൂ, നമ്മൾ പച്ചവെള്ളമാണെങ്കിലും കുടിക്കുന്നത് വിശ്വാസത്തിൽ കുടിച്ചാൽ മാത്രമേ അതിന് ബലം ഉണ്ടാവുള്ളൂ. അപ്പം നമ്മുടെ ജ്യോതിഷത്തില് ഇപ്പൊ ഈ കാണുന്ന ആദ്യമായിട്ട് വീഡിയോ കാണണമെങ്കിൽ പറയുകയാണ്, നമ്മുടെ ജ്യോതിഷത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഉപാസ ജ്യോതിഷമാണ്. അപ്പോൾ നിങ്ങൾ നേരിട്ട് വരേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ഈ ഭൂമിയുടെ ഏത് കോണിൽ നിന്ന് വിളിച്ചാലും നിങ്ങളുടെ പേരോ നാളോ ജാതിയോ മതമോ ഒന്നും നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ വിളിക്കുക, നിങ്ങളുടെ കുടുംബ പ്രശ്നം തന്നെ ആയിട്ട് തന്നെ പറഞ്ഞ് അതിന് പരിഹാരവും നിങ്ങൾ നേരിട്ട് വരാതെ തന്നെ ചെയ്തു തരാൻ നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം, അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.